Hi everyone, this is Abin from Erika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനും ന്യൂസിനെയും പറ്റിയാണ്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ നിന്ന് ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബർ കുറേ കൂട്ടുന്നുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടക്കം തന്നെ നമ്മുടെ ഈ പറയുന്ന കുറച്ച് അപ്ഡേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. iOS 16.7.1 എന്ന് പറഞ്ഞിട്ടും iPadOS 16.7.1 എന്ന് പറഞ്ഞിട്ട് രണ്ട് പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റ് ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ എല്ലാ പുതിയ ബീറ്റ സോഫ്റ്റ്വെയറിൻ്റെയും അപ്ഡേഷൻസ് കൊണ്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ iOS 17.1 ബീറ്റ 3, iPadOSൻ്റെയും അതേപോലെ വാച്ച്OSൻ്റെയൊക്കെ പുതിയ ബീറ്റകളും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, നമുക്ക് എയർപോഡ്സിനായിട്ട് ഒരു പുതിയ അപ്ഡേഷൻ, ഒരു ഫേംവെയർ അപ്ഡേഷനും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ അപ്ഡേഷൻസിൻ്റെയും കാര്യങ്ങൾ നമ്മുടെ വീഡിയോ, ഒഫീഷ്യൽ വീഡിയോ ആയിട്ട് ചാനൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എന്തായാലും നിങ്ങൾ കാണേണ്ടതാണ്. അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ iMac എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഉണ്ടാവും, കീബോർഡ് ഉണ്ടാവും, മൗസ് ഉണ്ടാവും. ഇതാണ് iMac എന്ന് പറയുന്നത്. MacBook എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പാണ്. iMacൻ്റെ ഒരു പുതിയ 24 ഇഞ്ചിൻ്റെ എഡിഷൻ വരുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കിട്ടിയ ന്യൂസ്. വലിയ ഫണ്ടമെൻ്റൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. പ്രോസസ്സറിനും അതേപോലെ ഡിസ്പ്ലേനും ക്യാമറക്കൊക്കെ ചെറിയ ചെറിയ ബമ്പുകളായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും ഈ പറയുന്ന iMacൻ്റെ പുതിയ ഓപ്ഷനിൽ വരാൻ പോകുന്നത്. ആൻഡ് നമുക്ക് ഇനി വരുന്ന ഈ പറയുന്ന iPad സീരീസിൽ ലാസ്റ്റ് കഴിഞ്ഞൊരു വീഡിയോയിലാണോ അതിന് മുമ്പത്തുണ്ടായ ന്യൂസിലാണോ എന്ന് ഓർമ്മയില്ല, നമ്മുടെ iPadകളിലെ കുറച്ച് സീരീസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു, ഈ iPadൽ മിനി എന്ന സീരീസിൽ ഒരു ജെല്ലി ക്ലട്ടറിങ് ഇഷ്യൂ, അതായത് നമ്മളിങ്ങനെ കുറച്ചൊന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴും നമുക്കൊരു ജെല്ലി എഫക്റ്റ് ഫീൽ ചെയ്യുള്ളൂ. അത് ആപ്പിൾ നന്നായിട്ട് അഡ്രസ്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ 60 Hz തന്നെയാണ് ഇപ്പോഴും iPad മിനി നിൽക്കുന്നത്. iPad പ്രോവിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് ലീക്സ് ആൻഡ് റൂംസിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന കാര്യമാണ്. നമുക്ക് എത്രത്തോളം അത് വരും എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വന്നാൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ iPad പ്രോയിൽ ഡൈനാമിക് ഐഡൻറ്റി വരുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ ടൈറ്റാനിയം ബോഡി, OLED ഡിസ്പ്ലേ പാനൽ, ആൻഡ് നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം M3 ചിപ്സെറ്റ് ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊതുവെ ആപ്പിൾ മാക്ബുക്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ സീരീസിൽ ആപ്പിൾ പുതിയ ചിപ്സെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ iPadൽ കൊണ്ടുവരാറ്. മേ ബി ഈ പറയുന്ന ഒക്ടോബർ അല്ലെങ്കിൽ ഈ പറഞ്ഞ നവംബറിലോ ഈ വർഷത്തിന് അവസാനം ചിലപ്പോൾ ഒരു പുതിയ മാക്ബുക്ക് സീരീസ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ iPadൽ M3 കൊടുക്കാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെ കുറച്ച് ചാൻസ് മാത്രമാണ്, ഉറപ്പായിട്ട് ഒന്നും പറയാറായിട്ടില്ല. അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ എത്ര പേരുടെ കയ്യിൽ ആപ്പിൾ വാച്ചിൻ്റെ ഫസ്റ്റ് സീരീസ്, അതായത് ഒറിജിനൽ ആപ്പിൾ വാച്ച് ഉണ്ട്. ഈ ഒറിജിനൽ ആപ്പിൾ വാച്ച് എന്ന് പറഞ്ഞാൽ ബാക്കിയൊന്നും ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ല എൻ്റെ അർത്ഥം. ഒറിജിനൽ ഐഫോൺ, ഒറിജിനൽ ആപ്പിൾ വാച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്ന ആ ഒരു പ്രോഡക്റ്റിനാണ് ഒറിജിനൽ ഐഫോൺ അല്ലെങ്കിൽ ഒറിജിനൽ ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത്. ആ സീരീസ് 1 ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വിൻറ്റേജ് എന്ന് പറഞ്ഞ ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി വാച്ച് ഉള്ളവർ ഒരിക്കലും ആ വാച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ നോക്കരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളവിടെ വെക്കും, യൂസ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് ഷോക്കേസ് ചെയ്ത് വെക്കുക. ആ ഒരു വിൻറ്റേജ് ടാഗിലേക്ക് നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് സീരീസ് 1 വന്നിട്ടുണ്ട്. എയർടാഗുകൾ ഉപയോഗിച്ചിട്ട് കുറേയധികം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലും പുറത്ത് നടക്കുന്നുണ്ട്. ഈ എയർടാഗ് യൂസ് ചെയ്തിട്ട് കുറേയധികം മേർഡറിങ് അല്ലെങ്കിൽ കുറേയധികം കൊലപാതകങ്ങൾ നടക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇയർ ഡിസംബറിൽ ആപ്പിളിനെതിരെ ഒരു ലോ സൂട്ട് ഫയൽ ചെയ്തു. പക്ഷേ ആപ്പിളിൻ്റെ ഭാഗത്ത് മാത്രമല്ല, എല്ലാ സ്മാർട്ട് കമ്പനികളുടെയും ഭാഗത്ത് നോക്കുമ്പോൾ അവർ ചെയ്യുന്നത് അവരുടെ ഡിവൈസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ട്രാക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ കീ ചെയിനോ ബാഗിലിടാനോ, ഞാനൊക്കെ ബാഗിലും അതേപോലെ തന്നെ പല കാര്യങ്ങളിലും ഞാൻ ഈ പറഞ്ഞ എയർടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്നൊരു തെഫ്റ്റ് നടന്നാൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ എയർടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതൊരു കൊല്ലാനും അതേപോലെ വേറൊരു എന്താ പറയുക സ്റ്റോക്കിംഗ് ചെയ്യാനായിട്ടൊന്നും ഒരു കമ്പനിയും അതിനെ പ്രൊമോട്ട് ചെയ്യില്ല. ആപ്പിളിൻ്റെ എയർടാഗ് അത്രയും പ്രിസൈസ് ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും അത് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിങ്ങനെ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് കേൾക്കുന്നത് നമുക്കായാലും. സോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഒരാളെ സ്റ്റോക്കിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരാളുടെ പുറകെ പോകുമ്പോൾ അവരുടെ അനുവാദം ഇല്ലാതെ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ ഫോണിൽ വരും. എന്നാലും
ഒരു തെണ്ടിത്തരമാണ് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുത്തി ചിലപ്പോൾ പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും തരും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാതിരിക്കുക, സൂക്ഷിച്ചും കണ്ടൊക്കെ എല്ലാവരും നടക്കുക. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഐഫോൺ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന കാര്യം iOS ആണ്. 16 ആണ് ഏറ്റവും മോശപ്പെട്ട ഒരു OS എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. ശരിക്കും നമുക്ക് ഈ പറഞ്ഞ അനലിറ്റിക്സ് നോക്കുമ്പോൾ 16 കുറേ പേര് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് iOS 17ലേക്ക് വന്നപ്പോഴത്തേക്കും ആപ്പിൾ നല്ല രീതിക്ക് ആ ഒരു OS പുഷ് ചെയ്യാൻ നോക്കിയത്. നമുക്ക് 16 അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ 17 അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 7ൻ്റെ പ്രിവ്യൂയും അതേപോലെ കുറേയധികം ഓപ്ഷൻസ്, ഇപ്പോൾ ഡെവലപ്പേഴ്സ് ആവാനായിട്ട് കാശ് കൊടുക്കണ്ട, അങ്ങനെ കുറേയധികം ഓപ്ഷൻസ് 17 യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി ആപ്പിൾ ഫ്രീ ആയി അല്ലെങ്കിൽ ആപ്പിൾ കുറേയധികം പ്രമോട്ട് ചെയ്തു. പക്ഷേ ഇപ്പോഴും 17 റിഫൈൻഡ് അല്ല. ഞാൻ പറയുന്നതല്ല, നമുക്ക് കിട്ടുന്ന ആ ന്യൂസിൽ നിന്ന് കിട്ടുകയാണ്. സ്റ്റാൻഡ് ബൈ മോഡ് എന്ന് പറഞ്ഞ മോഡുണ്ട് നമ്മുടെ iOS 17 ഫോൺ കുറച്ചും കൂടെ യൂട്ടിലിറ്റി പർപ്പസ് ആക്കാൻ വേണ്ടിയാണ് സ്റ്റാൻഡ് ബൈ മോഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റാൻഡ് ബൈ മോഡിൽ ഉപയോഗിക്കുന്നവരും കുറേ പേരുടെ ഫോൺ രാത്രി സ്വിച്ച് ഓഫ് ആയി പോകുന്നുണ്ട്, റീസ്റ്റാർട്ട് ആകുന്നുണ്ട്, നമ്മുടെ ചാർജിങ് പാറ്റേൺ നോക്കുമ്പോൾ അതിലൊരു കട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറേയധികം ബഗ്ഗുകൾ ഈ പറഞ്ഞ സ്റ്റാൻഡ് ബൈ മോഡിൽ വെക്കുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ അങ്ങനെ ആപ്പിൾ തരുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി യൂസ് ചെയ്യും. പക്ഷേ അങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ ലഭിക്കുന്നില്ല എന്നാണ് കുറേയധികം യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആപ്പിളിൻ്റെ ഒരു അടുത്ത എറയാണ് ഈ പറഞ്ഞ വിഷൻ പ്രോ എന്ന് പറയുന്നത്. പക്ഷേ വിഷൻ പ്രോയിൽ അവർ വെയിറ്റ് കുറക്കാൻ വേണ്ടി കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ബാറ്ററി ബാക്ക് വെയർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഡെവലപ്പേഴ്സിന് കഴുത്ത് വേദന അതേപോലെ നെക്ക് പെയിൻ വരുന്നുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ലീക്ക് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ അവർ എത്രത്തോളം വെയിറ്റ് മാനേജ് ചെയ്യും, അതേപോലെ പ്രൈസ് കാര്യങ്ങൾ കുറേയധികം കാര്യങ്ങൾ ഈ പറഞ്ഞ വിഷൻ പ്രോൻ്റെ ബാക്കിലുണ്ട്. വിഷൻ പ്രോ എന്ന് പറഞ്ഞാൽ വേറൊരു ലീഗാണ്, അത് വേറെ വ്യത്യാസമുള്ള ലീഗാണ്. കാരണം അതിനെ കൊളാബ് ചെയ്യുന്ന ഈ പറഞ്ഞ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അങ്ങനെ കുറേയധികം ആപ്പുകളും കുറേയധികം വണ്ടേഴ്സും ഈ പറഞ്ഞ വിഷൻ പ്രോയിൽ മാറി നിൽക്കുന്നുണ്ട്. അത് നമുക്കിപ്പോഴും അതിൻ്റെ ഫുൾ യൂട്ടിലിറ്റി അറിയണമെങ്കിൽ ആ ഡിവൈസായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഡിവൈസ് പുറത്തേക്ക് വന്നാലാണ് അതിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയുള്ളൂ. ആൻഡ് ഇതെൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ എന്തായാലും ഇതിന് ആൻസർ കമൻ്റായിട്ട് താഴത്ത് തന്നെ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഐഫോൺ, ഇപ്പോൾ നമുക്കൊരു 6S ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം, വേണ്ട എല്ലാ ഐഫോണിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐഫോണാണ് കമൻറ്റ് ചെയ്യുക. 15 Pro Max വരെ ഉണ്ട്, ഇഷ്ടമുള്ള ഡിവൈസും അതേപോലെ നിങ്ങളിപ്പോൾ കറണ്ടായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഐഫോണും താഴത്ത് കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ ഈ ഒരു ആപ്പിൾ ന്യൂസ് ലഭ്യം നിങ്ങൾക്ക് എന്തെല്ലാം ഇഷ്ടപ്പെട്ടു അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ആൻഡ് ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. അതല്ല നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താത്തുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Abin, Xavier signing from Evika.